നമുക്കിന്ന് പുറത്തു പോയാലോ? അപ്പോൾ പതിവ് പോലെ ഞാനും അമ്മയും തന്നെയാണ് കേട്ടോ. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഷോപ്പിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഫുഡ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു മിനി വ്ളോഗ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഈ അടുത്ത് കണ്ടൊരു കമൻറ്റാണ്, ഏതൊരു വ്ളോഗ് വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റാണ്. അതായത് ഈ കുട്ടി ആദ്യം ഗാർഡനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോൾ വ്ളോഗ്, കുക്കിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളായി. ആദ്യം ഗാർഡനിൽ തുടങ്ങിയതാ എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് ചെറുതായിട്ട് ഇരുത്തുന്ന രീതിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഒരു തീം അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും. ചാനലിൻ്റെ ബയോയിൽ എൻ്റെ ലൈഫിനെ സ്പെഷ്യൽ ആക്കുന്ന ലിറ്റിൽ മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഹാപ്പി മൊമെൻറ്റ്സ്. അതാണ് നമ്മുടെ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ആദ്യമേ ആൾ പറഞ്ഞല്ലോ ഞാൻ ഗാർഡൻ വെച്ചാൽ തുടങ്ങിയെന്ന്, അത് തെറ്റാണ് കേട്ടോ. ഞാൻ ഓഫീസ് വ്ളോഗ്സ് ഒക്കെ വെച്ചിട്ടാണ് ആദ്യമേ സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. സാരിയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഭീമയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഭീമയിലൊരു സ്റ്റാഫ് എൻ്റെ വീഡിയോ വേണമെങ്കിൽ എടുത്തോ, ഞാൻ അഭിനയിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല കമ്പനിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയി. ഓപ്ഷൻസ്, അങ്കമാലി ഓപ്ഷൻസിൽ ഞാൻ എൻ്റെ ഒരുപാട് മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് സാരിയുടെ ബ്ലൗസ് ഞാനവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് ക്രിസ്മസിന് വേണ്ടി റെഡ് കളർ സൽവാർ നോക്കലായിരുന്നു നെക്സ്റ്റ് പണി. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വെക്കുന്ന ഈ ഒരു സൽവാർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൽവാറിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് ശരിക്കും 1600 സംതിങ് ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ വർക്കൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ആകെ ടയേർഡായി. പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ബിഗ് സർപ്രൈസ് വന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റിയും അവൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഡോക്ടർ സാവ്യ, നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ അവൾ എനിക്ക് തന്ന ഈ ഒരു 3 പാക്കറ്റ് കേക്ക് ആക്ച്വലി നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ടതാണ്. വേറെ ആരുമല്ല, നമ്മുടെ മുഹമ്മദ് ഹനീഫ് തന്നെയാണ് ആള്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര ഒരു സസ്പെൻസ് ആയിപ്പോയി. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾ കാണിച്ചു തരുമായിരുന്നു, ഇതൊക്കെ ഇനി അയക്കാനുണ്ടെന്ന് പറഞ്ഞ്. ആളുടെ കേക്ക് വേണ്ടവർക്ക് ഞാൻ കമൻസിൽ പിൻ ചെയ്തേക്കാട്ടോ ആളുടെ ഡീറ്റെയിൽസ്. അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഒരു ഹാപ്പി ആൻഡ് ലോങ് ഡേ ആയിരുന്നു കേട്ടോ.